പ്രൈസ് ദ ലോർഡ്. എൻ്റെ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവിൻ്റെ നാമം ഉയർത്തി ആമേൻ ഇന്നത്തെ ദിവസം ജയത്തോടെ കർത്താവിൽ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ആമേൻ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതും വിശാലമുള്ളതാണ്. ഇന്ന് ഈ ചൊവ്വാഴ്ച വലിയൊരു കർത്താവിൽ നിന്നുള്ള നന്മ പ്രതീക്ഷിക്കുന്നവർ, ആമേൻ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്നുള്ളൊരു വാക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ ഏറ്റവും ഹൈലൈറ്റാണ്. കാരണം ഒരു സാഹചര്യം ഇല്ലാത്തടത്താണ് പൗലോസ് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 4:4 പറയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അടുത്ത വാക്ക് പറയണം, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ആമേൻ. സൗമ്യത ഏതു കാര്യത്തിലും, ആമേൻ, ദൈവം, ആമേൻ, എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും. ആരും നമുക്ക് അനുകൂലമായിട്ട് ഒരു വാക്കും പറയാൻ കാണത്തില്ല. നമ്മളുടെ കുറവുകൾ തന്നെ നോക്കിയിരിക്കുന്നവർ കാണും, നമ്മുടെ പോരായ്മകൾ നോക്കിയിരിക്കുന്നവർ കാണും. അപ്പം നമ്മുടെ കയ്യിലും മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ സൗമ്യതയൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. പക്ഷേ നഷ്ടപ്പെടരുത് നിങ്ങളുടെ സൗമ്യത. പൗലോസ് പറയാണ്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ആമേൻ. നമ്മളോട് ഒരാൾ നമുക്കെതിരെ പറഞ്ഞാലും അവരുടെ മുമ്പിൽ മിണ്ടാതിരുന്നാൽ, ആമേൻ, നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. ആരെന്ത് പറഞ്ഞാലും അവിടെ കർത്താവുണ്ടെന്നുള്ള വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല, ആരും നമുക്കൊരു നല്ല സജഷൻ പോലും പറഞ്ഞു തരാൻ കാണത്തില്ല. പക്ഷെ അവിടെ ആ ക്രിസ്തുവിലുള്ള ഉറപ്പ്. ഇത് ഫിലിപ്പിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് കാരാഗ്രഹത്തിലിരുന്നാണ് എഴുതുന്നത്, അങ്ങനെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആ കാരാഗ്രഹത്തിലിരുന്ന് പറയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ. പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പം വിചാരപ്പെടേണ്ടിയ കുറേ കാര്യങ്ങൾ, നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിചാരപ്പെടേണ്ടത് ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ കാര്യങ്ങൾ, മക്കളുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നടക്കുന്ന കാര്യം വരുമ്പോൾ ഒരു വിചാരമൊക്കെ നടക്കേണ്ടതായ സമയം വരുമ്പോൾ, എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതായ സമയം വരുമ്പോൾ ചില വിചാരമൊക്കെ വരും. പക്ഷേ പൗലോസ് പറയാണ്, ആമേൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ. അപ്പം കർത്താവിൻ്റെ കരങ്ങളിൽ, ആമേൻ, ഏൽപ്പിച്ചു കൊടുക്കുക. അടുത്ത താഴോട്ട് പറയാണ്, പ്രേയറിനെ കുറിച്ച് പറയാണ്. കർത്താവിന് പ്രേയർ എന്ന് പറയുന്നത് എൻ്റെ ഏതാവശ്യവും സകല മനുഷ്യരും നിങ്ങളുടെ സൗമ്യത അറിയട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാവരും അറിയട്ടെ എന്നല്ല. ആമേൻ. നമ്മളെ നോക്കുമ്പോൾ മറ്റുള്ളവർ പറയണം എന്തോ അവരുടെ കയ്യിലുണ്ട്. ആമേൻ. നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ കയ്യിലുള്ളത് ജീവിക്കുന്നൊരു കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. ആമേൻ. ഇന്നും ആമേൻ ജീവനോടെയുള്ള പ്രവർത്തിക്കുന്ന, ആമേൻ, സർവശക്തനായ ഒരു കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. അവിടെയാണ് സൗമ്യത വെളിപ്പെടേണ്ടത്. ആമേൻ. എനിക്കിന്ന ആവശ്യമുണ്ട്, എനിക്കിന്നതൊക്കെ വേണം, എനിക്കിന്നതൊക്കെ തരാമോ, അത് ആമേൻ ഒരു സൗമ്യൻ്റെ ആമേൻ സ്വഭാവമല്ല, അല്ലെങ്കിൽ ഒരു സൗമ്യന് വരേണ്ട ഒരു ക്യാരക്ടറല്ല. ഒരു സൗമ്യൻ അവൻ വിശ്വസിക്കും കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. ആമേൻ. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞെങ്കിൽ വിചാരപ്പെടേണ്ടെന്ന് തന്നെയാണ്. അങ്ങനെ ആണെങ്കിൽ ആമേൻ എൻ്റെ ആവശ്യങ്ങളൊക്കെയും അറിയുന്നൊരു ഒരു കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാവം എല്ലാം ഷോട്ട് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി സന്ദേശം പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയാണ്, എൻ്റെ ദൈവമോ, പൗലോസ് പറയാത്ത ധൈര്യം, എൻ്റെ ദൈവമോ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. അപ്പം പൗലോസ് പറയും, എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണോ, പൗലോസ് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങളല്ലാതെ ഒന്നും പറയാനില്ല. ഒരു മനുഷ്യനെ കൈ മുമ്പിൽ തുറന്നാൽ ശരിയാകത്തില്ല. കാരണം ആ തുറന്ന കരം, അല്ലെങ്കിൽ കിട്ടിയത് അന്നത്തെ ദിവസത്തിനെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ നാളത്തേനെ കാണത്തുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങൾ കർത്താവ് നടത്തിയ വിധങ്ങൾ എനിക്ക് ധൈര്യത്തോടെ പറയാം. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ യേശു എൻ്റെ നിങ്ങളുടെ കർത്താവാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ റിച്ചസ്, തൻ്റെ ഗ്ലോറിയിൽ നിന്ന്
എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരും. ഇന്ന് ഒന്ന് പറഞ്ഞേ, പ്രൈസ് ലോർഡ്. ആമേൻ. എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. ആമേൻ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ വിചാരപ്പെടേണ്ടത് തന്നെയാണ്. ആ യേശു എൻ്റെ നിങ്ങളുടെ കർത്താവാണ്. ഇന്നത്തെ ദിവസം ആ മഹത്വം കാണാൻ പോവുക, ആ റിച്ചസ് കാണാൻ പോവുക, ആ ക്രിസ്തുവിലുള്ള നന്മ കാണാൻ പോവുക. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ആമേൻ. നിൻ്റെ പ്രാർത്ഥന, നീ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, ഈ ദിവസങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത നന്മ. ഇന്നത്തെ ദിവസം, ഈ ചൊവ്വാഴ്ച വലിയൊരു അത്ഭുതം ആമേൻ നമുക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങളിത് കേൾക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവ്, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സന്തോഷിപ്പീനെന്ന് പൗലോസ് പറയുമ്പോൾ, ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരിക്കുമ്പോൾ ആ ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായി ആ സന്തോഷിക്കാൻ പറയുമ്പോൾ, കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവിനെ കാണുകയാണ്, കർത്താവിൻ്റെ സാന്നിധ്യം കാണുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഈ ദൈവ സാന്നിധ്യം, ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യം ഓരോ ഭവനങ്ങളിൽ, കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് ഇറങ്ങി നിന്ന് ആവശ്യങ്ങളൊക്കെയും അറിഞ്ഞ് ഇന്ന് വഴിയിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന വ്യക്തി ആ യാത്രാമധ്യത്തിൽ, കർത്താവെ, ആ കർത്താവിൻ്റെ മഹത്വം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒരു അത്ഭുത വഴി കർത്താവെ, അങ്ങയുടെ മഹത്വത്തിൽ നിന്ന് ഇന്നുവരെ ചിന്തിക്കാത്തൊരു വഴി കർത്താവ് അങ്ങ് തുറന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു അത്ഭുതത്തിൻ്റെ ദിവസമാക്കി സ്വർഗ്ഗം ഇന്ന് മാറ്റിയതിനായി നന്ദി. അനുഗ്രഹിക്കുകയാണ്. സാമ്പത്തിക വഴികൾ തുറക്കപ്പെടട്ടെ. ആമേൻ. ചിന്തിക്കാത്ത നന്മകൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു. ഇന്നുവരെ ഇല്ലാത്ത സന്തോഷം ആ ഭവനത്തിൽ നിറയട്ടെ. ബ്ലസ് യു ഇൻ ജീസസ് നെയിം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ എല്ലാ ദിവസവും ലഭിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, കൂട്ടുകാർക്ക്, ബന്ധുമിത്രാദികൾക്ക് അതവർക്കൊരു അനുഗ്രഹമായിരിക്കും. വചനം ജീവൻ്റെ വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്. പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കുന്നത് ഹൃദയങ്ങളെ തൊടുക തന്നെ ചെയ്യും. സോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെയും മോർണിംഗിൽ നമുക്ക് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.